എന്താ നിങ്ങളുടെ ഉദ്ദേശം? ഈ കുടുംബം തൊലച്ചിട്ടേ പോവൂ എന്നുള്ള നിർബന്ധം വല്ലതും ഉണ്ടോ? വർഷങ്ങളായിട്ട് നിങ്ങളാണ് തൊലച്ചുകൊണ്ടിരിക്കുന്നത്, മറ്റുള്ളവർ പറയുന്നു. അവരൊപ്പിട്ടതല്ലേ എന്നതല്ലാതെ മറ്റെന്തെങ്കിലും പുതിയ ക്യാപ്സ്യൂളുകൾ നിങ്ങളുടെ പുതിയ ക്യാപ്സ്യൂളുകൾ ഇറങ്ങിയിട്ടുണ്ടോ? ചിരിക്കണ്ട. അവരൊപ്പിട്ടതല്ലേ എന്നതല്ലാതെ എന്തെങ്കിലും ക്യാപ്സ്യൂൾ ഉണ്ടോ എന്നുള്ളതാണ്. അതിൽ ഒരൊറ്റ വരി പോലും താങ്കൾ അതിൽ നിന്ന് മുന്നോട്ട് പോയിട്ടില്ല. ഒരൊറ്റ ചോദ്യം ഉണ്ടായിരുന്നുള്ളൂ. അത് ഉത്തരം പറ. അത് പറങ്ങട്. നീ ഇപ്പൊ ചോദിച്ചതേ ഒരു ആദ്യം ഊള ആൻസറാ. 10 സെക്കൻഡ് ഉത്തരം. 10 സെക്കൻഡ്. 10 സെക്കൻഡ് ഉത്തരം. 10 സെക്കൻഡ്. ഒരു മിനിറ്റ് എടുത്തോളൂ. അതല്ല ഉദ്ദേശം. ഞാൻ മാറി പിന്നെ ചൂടാണ്ട് AC ഒന്നും ഇല്ല. അതോ നല്ല അടിപൊളി ഇഞ്ചക്ഷൻ തരാം. ഇഞ്ചക്ഷൻ അല്ല, ക്യാപ്സ്യൂൾ വേണ്ട, ഇഞ്ചക്ഷൻ തന്നെ തരാം. എന്താ അത്? ഒരുപാട് കള്ളങ്ങൾ കൊണ്ട് പുതിയൊരു വിശദീകരണം ഇനി ഇവിടെ വേണ്ട. ആര്യ, ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ ഇതുമായി മുമ്പോട്ട് പോകാൻ തീരുമാനിച്ചിട്ടില്ല. ഞങ്ങളുടെ പദ്ധതി നീ എവിടെയെങ്കിലും ഉറച്ചു നിൽക്കണം. ഞങ്ങൾ വളരെ കൃത്യമായി പറഞ്ഞത്. അതായത് ഇത്രയും ജയിച്ചിട്ട് ഇന്നലെയാണൊന്ന് UDF യോഗം ചേരാൻ പറ്റിയത്. അല്ല, അത് പിന്നെ UDF യോഗം ചേരുന്നു. ആദ്യത്തെ ദിവസം തീരുമാനിക്കുകയാണ്, ഞങ്ങൾ കണ്ടുപിടിക്കും, UDF എണ്ണി പറയും കേന്ദ്ര സർക്കാരിനോട് ഏതൊക്കെ സ്കൂളുകൾ PM ശ്രീ നടപ്പിലാക്കണമെന്ന്. എന്താ ശരിയല്ലേ? കറക്റ്റാ. പക്ഷേ പറയാലോ അതിന്റെ അകത്ത് ഇതാ ഞാൻ മറ്റൊരു സാധനം വായിക്കാം. അങ്ങ് ടെക്നിക്കാലിറ്റി പറയണ്ടെന്ന് പറഞ്ഞോണ്ടാ. എന്താ ചിരിക്കുന്നത്? അല്ല, നിന്റെ തമാശ എനിക്ക് ഇഷ്ടായി. ഞാൻ സീരിയസ് ആയിട്ട് തന്നെ പറഞ്ഞു. അതെ, അതാ എനിക്ക് ചിരി വന്നത്. കേട്ടോ, the state have the flexibility of contextualizing and curriculum as per the state specific needs adhering to the core fundamental principles and constitutional values. വായിക്കണം. ഇത് തന്നെയല്ലേ നിങ്ങളുടെ നമ്മുടെ പഴയ മുൻ വിദ്യാഭ്യാസ മന്ത്രി V ശിവൻകുട്ടി ഓരോ ദിവസവും വാർത്താ സമ്മേളനം വിളിച്ച് പറഞ്ഞത്? നിന്റെ ഒടുക്കത്തെ തുമ്പലാണെന്ന് നീ മറക്കണ്ട. ഇപ്പം എന്താണോ വസന്ത് വായിക്കുന്നത് അതല്ലേ അന്ന് V ശിവൻകുട്ടി പറഞ്ഞത്? മലയാളത്തിലല്ലായിരുന്നു അത്. അത്രക്കുള്ള ബുദ്ധിയൊന്നും അതിനില്ലല്ലോ. ഇത് മനഃപൂർവ്വം ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഞങ്ങളെ സംബന്ധിച്ച് UDF ഒരു സബ് കമ്മിറ്റി വെച്ചിട്ടുണ്ട്. ഞാൻ കുടുങ്ങി ചാർലി, ശരിക്കും കുടുങ്ങി എന്ന് പറഞ്ഞാൽ കത്രയെ പൂട്ട് കൈത്ത പോലെയായി. ഓഫീസിലെ സകല പേരും അറിഞ്ഞു. സാറാകൻ നാറിയിരിക്കുക. ഇനി ഞാനിവിടെ നിന്ന് ഡയലോഗ് പറഞ്ഞാൽ കരഞ്ഞു പോകും. ഉസ്മാനെ രക്ഷപ്പെട്ടോ.